ചരിത്ര പ്രാധാന്യമുള്ള ഹരിപ്പാട് കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരത്തിന്റെ പുനരുദ്ധാരണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 39 ലക്ഷം രൂപ അനുവദിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു. കൊട്ടാരത്തിന്റെ നിലവിലെ സ്ഥിതി ഭക്തജനങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് പുനരുദ്ധാരണത്തിന് നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര പ്രാധാന്യമുള്ള ഹരിപ്പാട് കരിമ്പാലിൽ കോയിക്കൽ കൊട്ടാരത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 39 ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവദിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും വളരെയേറെ പ്രാധാന്യമുള്ള കേന്ദ്രവുമാണ് കൊട്ടാരം. ഈ കൊട്ടാരം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ ആയി. സമീപത്തുള്ള മരങ്ങൾ കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ വീഴുകയും മേൽക്കൂര തകരുകയും ചെയ്തിരുന്നു. കൊട്ടാരത്തിന്റെയും സമീപമുള്ള മഹാരാജാവിന്റെ തേവാരമൂർത്തിയായ ദേവീക്ഷേത്രത്തിന്റെയും നിലവിലുള്ള സ്ഥിതി ഭക്തജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗവും മറ്റ് ഉദ്യോഗസ്ഥരുമായി കൊട്ടാരവും ക്ഷേത്രവും സന്ദർശിച്ചിരുന്നുവെന്നും തുടർന്ന് അടിയന്തരമായി എസ്റ്റിമേറ്റ് എടുക്കുവാൻ മരാമത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതായും അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.